എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. നിങ്ങള് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? തീവ്രവാദികളാണോ ഹമാസ്? ആര്? ഹമാസ് തീവ്രവാദികളാണോ? അല്ല അതെല്ലാം പറയാ അതിന് മുമ്പ് അല്ല, ഹമാസ് തീവ്രവാദിയാണോന്ന് പറഞ്ഞു, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അല്ല ഇത് പറയാ ഫസ്റ്റ് ഇത് ഹമാസ് പറഞ്ഞിട്ട്. തീവ്രവാദിയാണോ അല്ലേ? അല്ല ഇത് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് അത് പറയാ. ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് ബാക്കി പറയാം. ഇതാണ് ലിറ്റ്മസ് ടെസ്റ്റ്. പണി വരുന്നുണ്ടവറാച്ച. അല്ല ഇത് പറഞ്ഞിട്ട് നമുക്ക് ഇതാണ് മറ്റേത് പറയാം. ലിറ്റ്മസ്. ഇത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. അല്ല അത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. അത് പറ്റൂല. ഇത് അല്ല ഞാനല്ലേ നിങ്ങളെ വിളിച്ചു. എന്റെ ഫോൺ നമ്പറിൽ വിളിക്കുമ്പോ ആരോട് സംസാരിക്കണം ഞാൻ തീരുമാനിക്കും. അല്ല അത് മര്യാദ അത് മര്യാദയാണ്. അല്ല ഞാൻ കോളിംഗ് ആണ്. ഇവിടെ വിളിക്കുന്നതിന് ഒരു രീതിയുണ്ട്. ഇവിടെ ചോദ്യങ്ങൾ തിരിച്ചു വരും. അതിന് ഉത്തരം പറയാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി. അമേരിക്കയിൽ നിന്നൊരു ഭ്രാന്തിന്റെ ഡോക്ടർ വന്നു നമ്മുടെ ശാന്തം പറഞ്ഞു. എന്നാലും രണ്ടാഴ്ചയാന്ന് കരുതി അങ്ങോട്ട് ഇറങ്ങിയിരിക്കാം. നിങ്ങൾ പറയൂ, ഹമാസ് തീവ്രവാദികളാണോ അല്ലേ? ഹമാസ് ചെറുത്തുനിൽപ്പിനെ ഞാൻ പിൻപതി വെക്കുന്നു. പക്ഷെങ്കിൽ അവർ അക്രമങ്ങളെ പിന്തുണക്കുന്നില്ല. ഇത്ര ഞാനും പറഞ്ഞുള്ളൂ എന്റെ പൊന്നു കോയ. ഇത് കണ്ടില്ലേ, നിങ്ങള് കാര്യത്തോടെ എടുത്തപ്പോ നിങ്ങൾ ഹിന്ദുത്വവാദി എന്ന് പറഞ്ഞു വന്നിട്ട് നിങ്ങൾക്ക് ഒരു തീവ്രവാദി കൂട്ടത്തെ തീവ്രവാദി എന്ന് വിളിക്കാൻ പോലും കഴിയാത്ത സാധാരണ വിശ്വാസിയല്ലേ നിങ്ങൾ? വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. കണ്ടു പഠിക്കുകോയ. അല്ല ഞാൻ പറയുന്നത് അല്ല നിങ്ങൾ വെറുതെ ചിരിച്ചു തള്ളിയിട്ടും കാര്യമൊന്നുമില്ല. തിരിച്ചു തള്ളും, അത് തന്നെയാണ് ഉണ്ടാവുക. കാരണം ഇത്രയേ ഉള്ളൂ നിങ്ങൾ. കുഴപ്പം നിങ്ങൾ കയ്യിലിരിപ്പ് ഇതാണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? കാര്യങ്ങൾ പറയാനും വെക്കുന്നില്ലല്ലോ നിങ്ങൾ. ഇതാണ് ഇപ്പൊ നിങ്ങൾ കാര്യങ്ങൾ പറയാണ്ട് അനാവശ്യമായ കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കല്ലേ? കേൾക്കൂ. ശ്രീധ പണിക്കർ എന്ന് പറയുന്ന വ്യക്തി ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന സംഗതിയുടെ ഒരു ഇനേബിളർ ആണ്. അത് എനിക്ക് അറിയുന്ന കാര്യമാണ്, നിങ്ങൾക്കും അറിയുന്ന കാര്യമാണ്. തടസ്സങ്ങൾ ഇല്ലാണ്ട് തന്നെ പോണത് 2 ദിവസമായിട്ട് ലൂസ് മോഷനാ. എന്നാ ചിരട്ടം കൂടി വിഴുങ്ങിക്കോളൂ, അറിഞ്ഞോ. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണ്. അയാള് പോലും ഈ പറയുന്ന സാധനത്തെ തള്ളി പറയുന്നു. എന്നാൽ കേൾക്കൂ, നിങ്ങൾ ഒരു ഹിന്ദുത്വ ഇനേബിളറെ പോലെ ഒരു ഇസ്ലാമിക തീവ്രവാദിയൊന്നും അല്ലല്ലോ, സാധാരണ വിശ്വാസിയല്ലേ? പക്ഷേ നിങ്ങൾ ഒരു തീവ്രവാദ കൂട്ടത്തെ തീവ്രവാദി എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. ഇപ്പൊ മനസ്സിലായോ? ശരി, ഞാൻ പറയട്ടെ. ശരി, അത് തന്നെയാണ് ഞാൻ പറഞ്ഞുള്ളൂ. ബേബിയുടെ ചോദിച്ചില്ലേ, ഞാൻ ഉടനെ മാറ്റി കൊടുക്കാം. ആർക്ക്? നിങ്ങള് ടി മോഹൻദാസിന്റെ വീഡിയോ കണ്ടോ? പത്രിക എന്ന ചാനലിൽ നിങ്ങൾ വിടുന്നതിന് 2 മണിക്കൂർ മുമ്പ് വീഡിയോ ഇട്ടു. അയാള് ആ സംഭവത്തിനെ ന്യായീകരിക്കുന്നത് എന്താ, നാട്ടുകാർക്ക് എന്താ, അയാൾ പറയും നാട്ടുകാർക്ക് എന്താ അവകാശം, ആരെങ്കിലും മരിച്ചാൽ നാട്ടുകാർക്ക് എന്താ ചോദിക്കാൻ അവകാശം, മക്കളെ കാട്ടിയോ ബില്ലാളാണ് നാട്ടുകാർ. നിങ്ങൾ ആ വീഡിയോ കണ്ടു, അയാൾ അതിനെ ന്യായീകരിക്കുന്നുണ്ട്. പിന്നെ വളരെ മോശമാണ് പുള്ളി ചെയ്തത്. എന്താ സംശയം? കാണണമല്ലോ, അതല്ല ധർമ്മേന്ദ്രൻ ഒന്ന് കാണണമല്ലോ. ഇതാണ് ധർമ്മേന്ദ്ര. നിങ്ങൾ പിന്നെ അങ്ങനെ പറയാൻ പാടില്ല. ഹിന്ദുത്വ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയാൻ പാടുണ്ടോ? പറ്റുമല്ലോ എനിക്ക്. കാരണം നിങ്ങളൊരു 100 ഹിന്ദുക്കളെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു 99 പേരും ഇദ്ദേഹത്തിന്റെ കമന്റ് അടിയിൽ നോക്ക്. നിങ്ങളൊരു 100 മുസ്ലിമിനെ എടുത്തു കഴിഞ്ഞാൽ 99 പേര് അതിനെ അനുകൂലിക്കുന്നവരാണ്. നിങ്ങളും ഇപ്പൊ അനുകൂലിക്കുന്ന നിങ്ങൾ അതിനെ അനുകൂലിച്ചില്ലേ? നിങ്ങൾ തീവ്രവാദിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളിലല്ല. ആ ഹമാസ് തീവ്രവാദമാണ് നടത്തുന്നതെന്ന് നിങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നിങ്ങൾ എനിക്ക് സമ്മതിക്കാൻ കഴിയില്ല. പല കാര്യങ്ങളിലും അങ്ങനെ സമ്മതിക്കാൻ കഴിയില്ല. നൗഫൽ എന്ന് പറയുന്നത് ഒരു തീവ്രവാദിയാണ്, ഒരു സംശയം. ശരി, നിങ്ങൾ തീവ്രവാദി തന്നെ വിളിക്കുന്നുണ്ട്, എനിക്ക് അഭിമാനമേ ഉള്ളൂ. തെറ്റൊന്നുമില്ല. കാര്യങ്ങൾ പറയുമ്പോ അതിനെ തിരിച്ചു ചെയ്തിട്ട് മറ്റൊരു രീതിയിൽ സംസാരിക്കല്ല. ഓരോ കാര്യങ്ങൾ പറയാൻ പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ഒരു തീവ്രവാദിയാണ്. അത്യാവശ്യ ഘട്ടം വരുമ്പോ നിങ്ങളും തീവ്രവാദിയായിട്ട് മാറുന്നു. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. കണ്ടു പഠിക്കേ. ഇവളെന്റെ സ്വന്തം ഭാര്യയാണ്, അവളോട് ഞാൻ മിണ്ടിയത് പറഞ്ഞിരിക്കും. സ്വന്തം ഭാര്യ നീ ഇവളോട് മിണ്ടിയന്റെ പറഞ്ഞതിന്റെ ഫലാടാ ഈ നേരത്തെ നിൽക്കട്ടൊക്കെ. ഒരു മിനിറ്റ്, ഒരു ഹിന്ദുക്കളെയും കണ്ടു പഠിക്കേണ്ട ആവശ്യമില്ല. ഹിന്ദുത്വവാദികൾ കണ്ട് ഒന്നും പഠിക്കാനില്ല. കാര്യങ്ങൾ പറയുമ്പോ ഇങ്ങനെയല്ല സംസാരിക്കണം. ഇത് മര്യാദയല്ല. ഇത് മര്യാദ സംസാരമാണോ ചിന്തിച്ചു. ഒരു സ്വതന്ത്ര ചിന്തകന്റെ സംസാരമാണോ കുട്ട? ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുന്ന തന്നെ ഒരു ലക്ഷണമായിരുന്നു. നിങ്ങൾ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണ് പറയിപ്പിക്കുന്നത് നിങ്ങളെ പോലത്തെ ആളുകളാണ്. ഇപ്പൊ മനസ്സിലായോ? ആയിക്കോട്ടെ ശരി. നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ട്, സ്ത്രീകളൊക്കെ എടുത്തിട്ടാണ്.
ഇത് വെറും വേസ്റ്റ്. നിങ്ങൾ ഈ ഒരു അവസരം കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. ഹമാസ് തീവ്രവാദികളാണല്ലേ? ഞാൻ അങ്ങനെ തള്ളി പറയാൻ പറ്റുന്നില്ല. അതന്നെയാണ് നിങ്ങളുടെ കുഴപ്പം. നിങ്ങളിത് മനസ്സിലായി. അനുഭവജ്ഞാനം കൊണ്ടും പിന്നെ തന്നോടുള്ള വാത്സല്യം കൊണ്ടും പറയാണ് ഇതിന് പരിഹാരം ഇല്ല. ഇൻക്യൂറബിൾ. ടി മോഹൻദാസ് അതിനെ ന്യായീകരിച്ച് വളരെ മോശം. എന്താ സംശയം? എന്നാ അത് വീഡിയോ ചെയ്യേണ്ട നിങ്ങള് മുസ്ലിങ്ങൾ ചെയ്തത് മാത്രം ഭയങ്കര പുള്ളിയെ തള്ളി പറയാൻ ഇവിടെ ബാക്കി ഹിന്ദുക്കൾ തന്നെ ഉണ്ട്. എന്റെ ആവശ്യമില്ല. ഹിന്ദുക്കള് ഇന്ന് പോയി നോക്ക് സമാധിനെ ആർ വി ബാബു എന്ന് പറഞ്ഞ ആരാ? നിങ്ങളെ സുഹൃത്തല്ലേ ആർ വി ബാബു? നിങ്ങളെ സുഹൃത്തല്ലേ ആർ വി ബാബു? 24 ന്യൂസ് പോയിട്ട് ന്യായീകരിക്കുന്ന നിങ്ങൾ കണ്ടിട്ടാ? ആടെ സമരം ചെയ്തവരെ STP തീവ്രവാദികൾ എന്നല്ല വിളിച്ചേ. അതാ പറഞ്ഞേ, അവരൊക്കെ ഹിന്ദു തീവ്രവാദികൾ തന്നെയാണ്, ഒരു സംശയമില്ല. എന്നാ നിങ്ങൾ ആ വീഡിയോ ഹിന്ദു തീവ്രവാദികളാന്ന് നിങ്ങൾ പറയുമ്പോ അങ്ങനെ വീഡിയോ ചെയ്യാൻ ഞാൻ നിങ്ങളുടെ മൂവ്മെന്റ് അപ്പൊ നിങ്ങൾ ഏകപക്ഷീയമായി സംസാരിക്കുന്ന ആളാണ്. നിങ്ങൾ ഇരട്ടത്താപ്പുള്ള ആളാണ്. നിങ്ങൾ സ്വതന്ത്ര ചിന്തകനല്ല, നിങ്ങൾ ചിന്തകനല്ല, ഇസ്ലാം വിരുദ്ധം മാത്രമാണ്. പേപ്പട്ടി മതത്തെയാണ് ഞാൻ വിമർശിക്കുക. ഓക്കെ, നിങ്ങളെ പോലെ പേ പിടിച്ച് നടക്കുന്ന ആളുകളാണ് ഈ മതം പ്രശ്നം ഉണ്ടാക്കി ഇതിനെ കുഴപ്പമാക്കി മാറ്റുന്നത്. നിങ്ങളത്ര പേ പിടിച്ച തീവ്രവാദിയാണ്. ഓക്കെ, നിങ്ങളൊരു തീവ്രവാദിയാണ്. ഇവനേതാ? എന്റെ സുഹൃത്താണ്. ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കി. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാം. നിങ്ങൾ അതിവിടെ പ്രൂവ് ചെയ്തു. ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘത്തെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളും ഒരു തീവ്രവാദിയാണ്. ആർക്ക് ഞാൻ പറയുന്നത്? നിങ്ങൾ ആ വീഡിയോയിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഈ സംഭവത്തിന് കോമൺ സെൻസ് ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഈ സംഭവത്തിന് നിങ്ങൾ ബാലൻസ് ചെയ്തത് ഭൂരിപക്ഷത്തിനും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. ഒരാൾക്ക് എന്ന് മാത്രമല്ല, ഹിന്ദുക്കൾ ഭൂരിപക്ഷത്തിനും അംഗീകരിക്കാൻ കഴിയുന്നില്ല. കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഹമാസിനെ നിങ്ങൾ അംഗീകരിക്കുന്നു. അതാണ് നിങ്ങൾ ഹിന്ദുക്കൾ തമ്മിലുള്ള വ്യത്യാസം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പറയുന്നല്ല, നിങ്ങൾ ആ വീഡിയോ പറയുന്നുണ്ടല്ലോ. ആർക്ക് ഞാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ആ വീഡിയോയില് ആ വീഡിയോ തന്നെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ആ വീഡിയോ തന്നെ പറയുന്നുണ്ടല്ലോ, അമേരിക്കയിലുള്ള സെലിബ്രിറ്റികളെല്ലാം ഹമാസിനെയും ഗാസനെയും സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ആ വീഡിയോ തന്നെ പറയുന്നില്ലേ? അപ്പൊ അവരെല്ലാം തീവ്രവാദികളാണോ? നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടോ? നിങ്ങളെപ്പോലുള്ള പിള്ളേര് കുറച്ചുകൂടെ റെസ്പോൺസിബിളായി പെരുമാറണമെന്ന ഇച്ഛായന്റെ അഭിപ്രായം, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. അല്ല, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറ. നിങ്ങൾ ആ വീഡിയോയിൽ എനിക്ക് കോമൺ സെൻസ് ഉള്ള ആളാണ്. നിങ്ങൾക്ക് ഇതുവരെ കോമൺ സെൻസ് ഉള്ള ആളുകൾ എല്ലാവരും ഹമാസിനെ തീവ്രവാദികൾ എന്നാ വിളിക്കുന്നത്. നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹമാസിനെ തീവ്രവാദി എന്ന് വിളിക്ക്. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. അങ്ങനെയാണല്ലോ ഞാൻ ചോദിച്ചാ. നിങ്ങൾ ആ വീഡിയോ തന്നെ പറയുന്നത്. നിങ്ങൾ പറയും ഹമാസ് തീവ്രവാദികളാണോ അല്ലേ? നിങ്ങൾ ആ വീഡിയോ പറയുന്നത്. നിങ്ങൾ ആ വീഡിയോയിൽ തീവ്രവാദികളാണോ അല്ലേ? ഞാൻ പറയുന്നത് അതേ കേക്ക്. നിങ്ങൾ ആ വീഡിയോയിൽ പറയുന്നത്. ഒരവസരം കൂടി ഞാൻ നിങ്ങൾക്ക് തരാണ്. ഹമാസ് അവസരം വേണ്ട, എനിക്ക് അവസരം വേണ്ട. നിങ്ങൾ എന്നെ തീവ്രവാദി തന്നെ വിളിച്ചോ. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ മാപ്പി ചോദിച്ചു. ഞങ്ങളുടെ വകയിലൊരു ജ്യേഷ്ഠനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് സൗകര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ വിമർശിക്കണം, നിങ്ങൾക്ക് സൗകര്യമുള്ളവർക്ക് തീവ്രവാദികളാക്കണം. അത് നടക്കില്ല. വീഡിയോയിൽ പറയുന്നത് ആ പരിപാടി നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. ഒരു മര്യാദ വേണ്ടേ? നീ പോടാ മോനെ ദിനേശ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.